കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾക്കിടെയാണ് ടോൾ പിരിവ് നിർത്തലാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ നീക്കം. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പ്രതിഷേധം ഉയർന്നിട്ടുണ്ടെങ്കിലും മഞ്ചേശ്വരത്ത് മാത്രമാണ് അടിയന്തര നടപടിയിലേക്ക് കടന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 745 വോട്ടിനാണ് BJP അവിടെ പരാജയപ്പെട്ടത്. കെ സജീഷ് ചേരുന്നു. സജീഷ്, നേരത്തെ കൂട്ടി തന്നെയുള്ള ഈ ഒരു തീരുമാനം, അത് മഞ്ചേശ്വരത്ത് മാത്രം, അതിന് പിന്നിൽ എന്താ? റോഷ്നി, തീർച്ചയായിട്ടും ഈ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയം ഉണ്ട് എന്ന് പകൽ പോലെ വ്യക്തമാണ്. കാരണം നമുക്കറിയാം, BJPയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം ഏറെക്കുറെ ഉറച്ച സീറ്റായി കണക്കാക്കപ്പെടുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിജയ പ്രതീക്ഷ ഉറപ്പിച്ച് പറയാവുന്ന അപൂർവം സീറ്റുകളിൽ ഒന്ന് മഞ്ചേശ്വരമാണ്. അപ്പോൾ ആ മഞ്ചേശ്വരത്ത് ജയിക്കാൻ ഇടയാക്കുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും ദ്രുതഗതിയിലുള്ള നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് അവിടെ കുറേ കാലങ്ങളായിട്ട് പ്രതിഷേധമുണ്ട്. ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനകീയ വിഷയമായിട്ട് അത് മാറുകയും ചെയ്തിട്ടുണ്ട്. ആ ജനകീയ വിഷയത്തിൽ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാർ എടുക്കുന്നു. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് മറ്റു പല സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിലും അത് പരിഗണിക്കാതെ കുമ്പള ടോൾ പിരിവ് മാത്രം അടിയന്തരമായി നിർത്തുന്നതിലൂടെ ഒരു രാഷ്ട്രീയ നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയെന്ന് പറയേണ്ടി വരും. അത് എല്ലാ അർത്ഥത്തിലും ഗുണം ചെയ്യുക BJPക്കും ഒരുപക്ഷെ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതപ്പെടുന്ന കെ സുരേന്ദ്രനുമാണ്. കെ സുരേന്ദ്രന്റെ വളരെ പെട്ടെന്നുള്ള റിയാക്ഷനും അത് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 745 വോട്ടിന് കഷ്ടിച്ചാണ് അവർ തോറ്റത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാണ് മഞ്ചേശ്വരത്തിൽ മാത്രമുള്ള ഈ ഒരു കിഴിവ് എന്നുകൂടി വിലയിരുത്തലാണ്. കെ സജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.